ഹലോ മച്ചാമാരെ മച്ചാത്തികളെ. ഒരു കാട്ടില് കണ്ണ് കാണാൻ സാധിക്കാത്ത ഒരു കുട്ടി. ആ കുട്ടി എങ്ങനെയായിരിക്കും അവിടെ ജീവിക്കുക? ഈ കാടിനെ ചുറ്റിപ്പറ്റി പറയാനാണെങ്കിൽ വിചിത്രമായിട്ടുള്ള കുറേയധികം ദുരൂഹത നിറഞ്ഞ കാടാണ്. കൂട്ടിനൊരു ഭീകര ജീവി. അത് പ്രേതമാണോ രാക്ഷസനാണോ അല്ല ഇനി മറ്റെന്തെങ്കിലും ആണോ എന്നെല്ലാം നമുക്ക് കഥ കേട്ട് തന്നെ മനസ്സിലാക്കാം. സോ ദിസ് ഇസ് മല്ലു റിവ്യൂവർ ആൻഡ് ഇറ്റ്സ് സ്റ്റോറി ടൈം. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു കുട്ടിയെയാണ് കാണിക്കുന്നത്. അവന്റെ പേരാണ് സോളമൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവന് കണ്ണ് കാണില്ല. സോ കണ്ണ് കാണാത്തതിനാൽ തന്നെ എവിടെ പോയാലും അവന്റെ അരയില് ഒരു കയർ കെട്ടിയിട്ടുണ്ടാവും തിരിച്ച് വീട്ടിലേക്ക് എത്താനായിട്ട്. ഇവന് കണ്ണ് കാണില്ല എങ്കിലും എല്ലാ ദിവസവും വേട്ടയാടാനായിട്ട് അമ്മ ഇവനെ കൊണ്ടുപോയിരുന്നു. കാരണം അത് കാടിന്റെ നിയമമാണ്. സോ ഇവരെ എങ്ങനെയാണ് ഇരയെ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം കെണികള് കാട്ടിൽ ഇവർ വെച്ചിട്ടുണ്ട്. മാത്രമല്ല കെണികൾക്കെല്ലാത്തിനും മുന്നിലായിട്ട് കുറച്ച് പാട്ടകളും തൂക്കിയിട്ടുണ്ടാവും. ഈ പാട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ സോളമന് കൃത്യമായിട്ട് കെണികൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ എല്ലാ ദിവസവും ഈ കെണികളിൽ പെടുന്ന ജീവികളെയാണ് ഇവർ ഭക്ഷിക്കുന്നത്. ഇതുമാത്രമല്ല സോളമന് എന്ത് മൃഗത്തെ കാട്ടിൽ നിന്ന് കെട്ടിയാലും അതിന്റെ പകുതി കാട്ടിലേക്ക് തന്നെ കൊടുത്തിരിക്കണം. അത് അവന്റെ അമ്മയുടെ ഒരു വിചിത്രമായ ആചാരമായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രണ്ടുപേരും കൂടിയിട്ട് മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. അമ്മ മീൻ പിടിക്കുന്ന സമയത്ത് മകൻ ചൂണ്ടയിലിടാനുള്ള ഇരയെ അന്വേഷിച്ച് നടക്കുകയാണ്. പെട്ടെന്നാണ് സോളമന്റെ ശ്രദ്ധയില് ഒരു വലിയ ചങ്ങല പെടുന്നത്. എന്തിനെയോ കെട്ടിരിക്കുന്ന വലിയൊരു ചങ്ങലയായിരുന്നു അത്. പെട്ടെന്ന് അവന്റെ അമ്മ സോളമനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് വേഗം പോവുകയാണ്. അവള് എന്തിനെയോ വല്ലാണ്ടങ്ങ് ഭയന്നിരുന്നു. അന്ന് രാത്രി അമ്മ സോളമന് കഥ പറഞ്ഞ് ഉറക്കുകയാണ്. എന്തൊക്കെ വന്നാലും ധൈര്യത്തോടെ നേരിടണമെന്നും അമ്മ നിന്റെ തൊട്ട് പുറകെ ഉണ്ടാവുമെന്നും അമ്മ സോളമനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മകനെ കിടത്തി ഉറക്കിയ ശേഷം അമ്മ പതിയെ വാതിൽ തുറന്നിട്ട് ഇരുട്ടിലൂടെ പുറത്തേക്ക് നടന്ന് നീങ്ങുകയാണ്. 10 വർഷങ്ങൾ കഴിഞ്ഞ് സോളമൻ വളർന്നു വലുതായി. എന്നാൽ അന്ന് കാട്ടിലേക്ക് പോയ അമ്മ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. മകനായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ മാത്രമാണ് അമ്മ കരുതി വെച്ചിരുന്നത്. അതുപ്രകാരം അമ്മ ഇനി അവന്റെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല എന്നും അവൻ ഇനി തനിയെ മുന്നോട്ട് പോകണമെന്നും പറയാണ്. മാത്രമല്ല കാടിനെ അതിജീവിക്കാനായിട്ട് അമ്മയുടെ 3 നിയമങ്ങളും അവൻ കൃത്യമായിട്ട് അനുസരിച്ചിരിക്കണം. ഒന്നാമത്തെ നിയമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഫുഡിൽ പകുതി നിനക്കും പകുതി കാടിനും ഉള്ളതായിരിക്കണം. രണ്ടാമത്തേത് പേടി തോന്നുന്ന സമയത്ത് അമ്മ പാടാറുള്ള ആ പാട്ട് പാടണം. അവസാനത്തേത് ഏറ്റവും പ്രധാനമായിട്ട് അരയിലുള്ള കയറ് ഒരിക്കലും അഴിച്ചു മാറ്റാൻ പാടുള്ളതല്ല. രാത്രി കിടക്കാൻ നേരം അവന്റെ ആട് കരയുന്ന ശബ്ദം സോളമൻ കേൾക്കുകയാണ്. അവൻ വേഗം ചെന്ന് നോക്കുമ്പോൾ ആടിന്റെ ചത്ത ശരീരം മാത്രമാണ് അവന് കാണാൻ സാധിച്ചത്. പെട്ടെന്ന് എന്തോ ഒന്ന് ആടിനെ കാട്ടിലേക്ക് വലിച്ചെടുത്തോണ്ട് പോവുകയാണ്. പിറ്റേന്ന് സോളമന് കാര്യമായിട്ടുള്ള ഭക്ഷണമൊന്നും കിട്ടിയില്ല. ആകെയുള്ള ഒരാടാണെങ്കിൽ ചത്തും പോയി. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വെടി ശബ്ദം സോളമൻ കേൾക്കുന്നത്. വേഗം തന്നെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു മാനെ ആരോ വെടിവെച്ചിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ പുറകേന് അതെന്റെ മാനാണ്, മാറി നിൽക്ക് എന്ന് പറയാണ്. സോ പെട്ടെന്ന് ഒരാളെ കണ്ടുകൊണ്ട് തന്നെ സോളമൻ കത്തിയെടുത്തിട്ട് അയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഉടനെ വന്നയാള് തോക്കുകൊണ്ട് സോളമൻ അടിച്ച് ബോധം കെടുത്തി എടുത്തുകൊണ്ട് പോവുകയാണ്. കണ്ണുറന്ന സോളമൻ ഇപ്പോ അവന്റെ തന്നെ മുറ്റത്താണ്. മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട് സോളമൻ പേടിക്കുന്നുണ്ടെങ്കിലും താൻ സോളമനെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന് അയാൾ സോളമനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. സോളമന്റെ അരയിൽ കെട്ടിയിരുന്ന കയറ് മുഖേനയാണ് അയാൾ വീട്ടിൽ തിരിച്ചെത്തിയത്. അയാൾ സോളമനെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഹാങ് എന്നായിരുന്നു അയാളുടെ പേര്. സോളമന് കണ്ണ് കാണാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ ഹാങ് അവനെ സഹായിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. എന്നാൽ സോളമൻ ആ സഹായം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സോളമനെ തനിച്ചാക്കാനായിട്ട് ഹാങ്ങിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനാല് തന്നെ ഇവിടെ താമസിക്കുകയാണെങ്കിൽ തനിക്ക് കിട്ടിയ മാന് സോളമനെ നൽകാമെന്ന് അയാൾ പറയാണ്. സോ ഫുഡില്ലാത്തതിനാല് സോളമന് ഫുഡ് കിട്ടുന്നത് കൊണ്ട് മാത്രം ഹാങ്ങിനെ ഒപ്പം താമസിപ്പിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഹാങ് സോളമന് അവൻ പിടിച്ച മാന്റെ ഇറച്ചി ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അന്ന് രാത്രി അവർ നല്ല ഫ്രണ്ട്സായി മാറിയിട്ടുണ്ടായിരുന്നു. ശേഷം ഫുഡ് കഴിച്ച് അവർ കിടക്കുകയാണ്. രാത്രി ഒരു ഭീകര അലർച്ച കേട്ട് രണ്ടുപേരും ചാടി എഴുന്നേൽക്കുകയാണ്. അതെന്താണെന്ന് നോക്കാനായിട്ട് രണ്ടുപേരും വരാന്തയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഒന്നിനെയും അവർ കാണാൻ സാധിച്ചിരുന്നില്ല. സോളമനും ഇത് ആദ്യമായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള അലർച്ച കേൾക്കുന്നത്. ഉടനെ ഹാങ് അത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് കാട്ടിലേക്ക് പുറപ്പെടാനായിട്ട് തയ്യാറാവുകയാണ്. ഇത് കണ്ട സോളമൻ ഹാങ്ങിനെ വിലക്കാണ്. ആ ശബ്ദം വന്ന സ്ഥലത്തേക്ക് ഈ രാത്രി കാട്ടിലേക്ക് പോകണ്ട എന്നായിരുന്നു സോളമന്റെ നിലപാട്. എന്നാൽ തനിക്ക് ഒന്നും ആവില്ല, വേഗം വരാ എന്ന് പറഞ്ഞുകൊണ്ട് ഹാങ് തോക്കുമായിട്ട് കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. കാട്ടിൽ അവൻ കണ്ടത് ചത്തു കിടക്കുന്ന കരടിയാണ്. അതിന് മുന്നിലായിട്ട് മനുഷ്യനെ പോലെ 4 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഭീകര സ്വത്വം.
പെട്ടെന്ന് അത് ഹാങ്ങിന് നേരെ ചീറിപ്പാഞ്ഞ് വരികയാണ്. സംഭവം പന്തിയില്ലെന്ന് മനസ്സിലായ ഹാങ്ങും വേഗം ഓടി വീട്ടിനകത്തേക്ക് കയറുകയാണ്. അവിടെ സോളമൻ പേടിച്ചു വിറച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ജീവി അത് എന്ത് തന്നെ ആയിരുന്നാലും അതിന് ഒരു കരടിയെ വരെ കൊല്ലാൻ സാധിക്കുന്ന അത്ര ശക്തിയുണ്ട്. പിറ്റേന്ന് രാവിലെ ഹാങ് ആ ജീവിയെപ്പറ്റി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സോളമൻ അതിന് തയ്യാറായിരുന്നില്ല. മാത്രമല്ല ശൈത്യകാലം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാല് ആ സമയത്ത് സോളമനെ അതിജീവിക്കാൻ വേണ്ട ഒന്നും തന്നെ ആ വീട്ടിലില്ല. സോ ഹാങ് അതിനുവേണ്ടി സാധനങ്ങൾ റെഡിയാക്കുകയാണ്. അതേസമയം സോളമൻ അവര് പിടിച്ച മാന്റെ കുറച്ച് ഇറച്ചി ഹാങ്ങിനോട് ചോദിക്കുകയാണ്. അവരുടെ കയ്യിൽ ഇറച്ചി ധാരാളം ഉള്ളതിനാല് ഹാങ്ങും അതിന് സമ്മതിക്കുകയാണ്. സോളമൻ നേരെ കുറച്ച് ഇറച്ചി എടുത്തിട്ട് അത് അവന്റെ അമ്മ പറഞ്ഞതുപോലെ കാട്ടിലേക്ക് വലിച്ചെറിയാണ്. ഇതെല്ലാം ഹാങ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെ വിചിത്രമായ ആചാരങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ആ ജീവി വീണ്ടും വീണ്ടും ഇവിടേക്ക് വരുന്നത്. നീ ഇവ നിർത്തിയില്ലെങ്കിൽ ആ ഭീകരജീവി നിന്നെ വിട്ട് ഒരിക്കലും പോകില്ല എന്ന് പറയാണ്. അവസാനം ഹാങ്ങിന്റെ നിർബന്ധത്തെ തുടർന്നിട്ട് ആ ജീവിയെ കെണിവെച്ച് പിടിക്കാനായിട്ട് സോളമന് സമ്മതിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ഹാങ് സോളമന്റെ കയറിന്റെ നീളം കൂട്ടുകയാണ്. കാരണം ആദ്യത്തെ കയറുകൊണ്ട് സോളമന് അധിക ദൂരമൊന്നും സഞ്ചരിക്കാനാവില്ലായിരുന്നു. ശേഷം ഇരുവരും കെണി വയ്ക്കാനായിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. കെണി വയ്ക്കുന്നതിനിടയിൽ ആ ഭീകരജീവി പെട്ടെന്ന് സോളമനെയും വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് കണ്ട ഹാങ് പുറകെ പോവുകയാണ്. ബാക്കി വെച്ചാലും മൃഗത്തിന്റെ പിടിവിട്ട് തലനാരിടയ്ക്ക് സോളമൻ തെന്നിമാറി രക്ഷപ്പെടുകയാണ്. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഹാങ് സോളമനെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയ ഹാങ്ങിന് സോളമന്റെ അമ്മയുടെ ഒരു ഡയറി കിട്ടുകയാണ്. സോളമന് കണ്ണു കാണാൻ സാധിക്കാത്തതിനാല് ഹാങ് അവനത് വായിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴാണ് പഴയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യമൊക്കെ കഥ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറി മറിയാണ്. സോളമന് കണ്ണിന് കാഴ്ചയില്ലാത്തതുപോലെ തന്നെ അവന്റെ അമ്മയ്ക്കും കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ആശ്വാസം ലഭിക്കാനും തന്റെ മകന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും വേണ്ടിയിട്ട് കാട്ടിലേക്ക് താമസം മാറാന്ന് അവന്റെ അമ്മ പറയുകയാണ്. എന്നാൽ അച്ഛൻ അതിനെ എതിർക്കുകയാണ്. മകനത് ആപത്താണെന്നാണ് അയാൾ പറയുന്നത്. ശേഷം തന്റെ മകനെ തന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ആ അമ്മ ഈ കാട്ടിലേക്ക് വന്ന് താമസിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഹാങ് സോളമനെ അറിയിക്കുന്നില്ല. സമയം ഒരുപാട് വൈകി. ബാക്കി നമുക്ക് നാളെ വായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹാങ് സോളമനെ കിടത്തി ഉറക്കുകയാണ്. എന്നാൽ ഹാങ്ങിന്റെ മനസ്സിൽ മറ്റു ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. ഈ ഭീകരജീവി എന്നും സോളമന് ഒരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ ഹാങ് അന്ന് രാത്രി തന്നെ കാട്ടിലേക്ക് ആ മൃഗത്തെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അന്വേഷിച്ചിറങ്ങിയ ഹാങ് നേരെ എത്തുന്നത് ഒരു വലിയ ഗുഹയുടെ അടുത്തേക്കാണ്. അവിടെ നിന്ന് സോളമന്റെ അമ്മയുടെ മറ്റൊരു ഡയറി കൂടി ഹാങ്ങിന് കിട്ടുകയാണ്. അതിൽ നിറയെ അമ്മ സോളമനോട് പറയുന്ന സോറികൾ മാത്രമായിരുന്നു. അതേസമയം ഉറക്കുവരുന്നതിന്റെ സോളമൻ ഹാങ് വീട്ടിലില്ല എന്ന കാര്യം തിരിച്ചറിയുകയാണ്. സോ അവൻ കാട്ടിലേക്ക് പോയെന്ന് സോളമന് മനസ്സിലാവുകയാണ്. പെട്ടെന്നൊരു വെടിശബ്ദം കേൾക്കുകയാണ്. ഉടനെ സോളമൻ വെടിവെച്ച കേട്ട സ്ഥലത്തേക്ക് ഓടുകയാണ്. എന്നാൽ കയറിന്റെ വലിപ്പക്കുറവ് കാരണം അധിക ദൂരം അവന് സഞ്ചരിക്കാനായില്ല. ഹാങ്ങിന്റെ ഒരു ബാഗ് മാത്രമാണ് സോളമൻ ലഭിച്ചത്. ഹാങ് അപകടത്തിലാണെന്ന് മനസ്സിലായ സോളമൻ വേഗം തന്റെ കയറ് ദേഹത്തുനിന്ന് അഴിച്ചു മാറ്റിയിട്ട് മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. കുറച്ചു കഴിഞ്ഞ് അവൻ ഹാങ്ങിനെ കണ്ടെത്തുകയാണ്. അതെ, അവൻ മരിച്ചു കഴിഞ്ഞു. തൊട്ടടുത്ത് ഒരു ചങ്ങലയുടെ ശബ്ദം അവൻ കേൾക്കുകയാണ്. അതെ, അവർ പേടിച്ചിരുന്ന ആ ഭീകരജീവി അത് സോളമന്റെ അമ്മ തന്നെയായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അച്ഛൻ സോളമനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ അതിന് മുന്നേ തന്നെ അമ്മ മകനെയും കൊണ്ട് കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. രാത്രി സോളമൻ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അമ്മ തന്നെയാണ്. മാത്രമല്ല സോളമൻ കാട്ടിലേക്ക് എറിയുന്ന മാംസങ്ങളെല്ലാം യഥാർത്ഥത്തില് അമ്മയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു. താൻ മൃഗമായി കഴിഞ്ഞാൽ തനിക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ടിയാണ് ആ അമ്മ സോളമനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത്. താൻ പൂർണ്ണമായും മാറുന്നത് മനസ്സിലാക്കിയപ്പോഴായിരിക്കാം അമ്മ അവനറിയാതെ കാട്ടിലേക്ക് ഓടി വന്നത്. പ്രസന്റിൽ പേടിച്ചിരുന്ന സോളമൻ തന്റെ അമ്മ പാടാറുള്ള പാട്ടുപാടാണ്. ഇത് കേട്ട അമ്മ തന്റെ മകനെ മനസ്സിലായി തിരിച്ച് പാട്ടുപാടാണ്. അപ്പോഴാണ് ഇത് തന്റെ അമ്മ തന്നെയാണെന്നുള്ള സത്യം സോളമൻ തിരിച്ചറിയുന്നത്. ഉടനെ അമ്മ സോളമനെ ഇറുക്കി കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്തും അമ്മ ഒരു മൃഗം തന്നെയായിരുന്നു. അതിനാല് സോളമൻ തന്റെ കയ്യിലെ കത്തി ഉപയോഗിച്ച് മൃഗമായിരിക്കുന്ന അമ്മയെ വീണ്ടും വീണ്ടും കുത്തി കൊലപ്പെടുത്തുകയാണ്. എന്നാല് പെട്ടെന്ന് സോളമനില് വ്യത്യാസങ്ങൾ വരികയാണ്. അവന്റെ വെള്ള കണ്ണുകൾ മാറിയിട്ട് അവന് കാഴ്ച തിരികെ ലഭിക്കുകയാണ്. എന്നാല് ഇത് തികച്ചൊരു ശാപമായിരുന്നു. തന്റെ അമ്മയെ ബാധിച്ചിരുന്നത് എന്ത് തന്നെ രോഗമായിരുന്നു, ആ രോഗം ഇപ്പൊ സോളമനിലേക്കും പകർന്നു കിട്ടിയിരിക്കുകയാണ്. തന്റെ മകനെ നഷ്ടപ്പെടരുത് എന്നൊരൊറ്റ ചിന്ത മാത്രമേ ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അവളെ കൊണ്ട് ഇങ്ങനെ എല്ലാം ചെയ്യിച്ചത്. എന്തു തന്നെ ആയാലും കുറച്ചു നാളത്തേക്ക് സോളമന് കാഴ്ചയോടെ മനുഷ്യനായിട്ട് ജീവിക്കാം. പിന്നീട് അവന് ഒരു മൃഗമായിട്ട് മാറും. സോ കൂട്ടുകാരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനായിട്ട് ഒരിക്കലും മറക്കരുത്. ഇതിലും മികച്ച മറ്റൊരു സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.